തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. കൃഷിയിലൂടെ മണ്ണറിഞ്ഞ് ജീവിക്കുന്ന പട്ടിപ്പറമ്പിലെ ബോട്ടണി വിഭാഗം അധ്യാപകൻ ശ്രദ്ധേയനാകുന്നു. സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ തിരുവല്ലാമല പട്ടിപ്പറമ്പ് കോഴിശ്ശേരി വീട്ടിൽ അയ്യപ്പനെഴുത്തച്ഛൻ്റെയും പങ്കജാക്ഷിയുടെയും മകനായ സുരേഷ് കുമാർ എന്ന ചിറ്റൂർ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകൻ കൃഷിയിലൂടെ മണ്ണിനെ അറിഞ്ഞ് ജീവിക്കുകയാണ്. ജാതികയെക്കുറിച്ചുള്ള പഠനമാണ് സുരേഷ് കുമാർ റിസർച്ച് ചെയ്തത്. സാധാരണക്കാരിൽ നിന്നും ലഭ്യമായ അറിവുകൾ കോർത്തിണക്കി അതിന് ശാസ്ത്രീയ അടിത്തറ നൽകി പുസ്തകങ്ങൾ ഇറക്കിയ സുരേഷ് കുമാർ തന്റെ താമസ സ്ഥലത്ത് വിവിധ കൃഷികളും ചെയ്ത് വരുന്നുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 3 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിത്തറിവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തത് കാർഷിക ജൈവ വൈവിധ്യം എന്ന് പറയുന്ന പുസ്തകമാണ്. വിത്തറിവുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നാട്ടിൻപുറത്ത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുടെ അറിവുകളുണ്ട്. കൃഷിയുടെ ആയിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, വിത്തുകൾ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, വിത്തുകൾ എങ്ങനെ സൂക്ഷിക്കണം, വിത്തുകൾ എങ്ങനെ മുളപ്പിക്കണം, ഇതായിട്ട് ബന്ധപ്പെട്ട കുറേയധികം അറിവുകളുണ്ട്. ഈ അറിവുകളെ കളക്ട് ചെയ്യുകയും അതിനെ ശാസ്ത്രീയമായ വിശകലനത്തിന് വിധേയമാക്കുകയും അതിന് സയൻറ്റിഫിക് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് വിത്തറിവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. മറ്റൊരു പുസ്തകമാണ് കാർഷിക ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള കൃഷിരീതികൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ കൃഷികളാണ് ഉപയോഗപ്പെടുത്തുന്നത്, കൃഷിക്കാർ സാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, ആ ഉപയോഗപ്പെടുത്തുന്ന കൃഷികളിൽ ഓരോ ഇനത്തിലുള്ള, ഫോർ എക്സാമ്പിൾ തെങ്ങാണെങ്കിൽ ഏതൊക്കെ തരം തെങ്ങുകൾ നമ്മൾ പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം വാഴകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം കുരുമുളക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെ തരം ജാതിക്ക ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൽ നിലവിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലായിട്ട് കൃഷിക്കാരെ ഏതൊക്കെ കാർഷിക ഇനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഈ കാർഷിക ജൈവ വൈവിധ്യം നശിക്കുമ്പോൾ ഈ കാർഷിക ജൈവ വൈവിധ്യം എങ്ങനെയാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതെന്ന് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഭക്ഷ്യ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ബാക്കി പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളിലേക്ക് ഈ ആരോഗ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഫുഡ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഭക്ഷ്യ വൈവിധ്യം ഇല്ലാതെ വരുന്നതാണ്. ഭക്ഷ്യ വൈവിധ്യം ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ കാർഷിക ജൈവ വൈവിധ്യം ഇല്ലാതെ വരുന്നതാണ്. ഒരു പഠനം പറയുന്നത് ഈ ആദിവാസി മേഖലകളിൽ ഉള്ള ആളുകളുടെ അവരുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ചേമ്പ്, ചേന, കപ്പ, കാവത്ത്, മഞ്ഞൾ, ജാതിക്ക, കൊക്കോ, കൈതച്ചക്ക, കുരുമുളക്, കവുങ്ങ്, വാഴ, തെങ്ങ്, വിവിധയിനം പച്ചക്കറികൾ, നെല്ല് എന്നിവയും സുരേഷ് കുമാർ കൃഷി ചെയ്തു പോരുന്നു. കാർഷിക വൃത്തിക്കൊപ്പം മൃഗസംരക്ഷണത്തിലും സുരേഷ് കുമാർ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകനായ വേളയിൽ ഭാരതപ്പുഴ പ്രമേയമായി തന്റെ വിദ്യാർത്ഥികൾക്കായി ഒരു സിനിമയും സുരേഷ് നിർമ്മിച്ചിട്ടുണ്ട്. വിശ്രമ ജീവിതം നയിക്കുന്ന പിതാവ് അയ്യപ്പനെഴുത്തച്ഛനും അമ്മ പങ്കജാക്ഷിയും തപാൽ വകുപ്പ് ജീവനക്കാരിയായ ഭാര്യ ബേബി രഞ്ജിനിയും സുരേഷ് കുമാറിനൊപ്പം കൃഷിയിടത്തിൽ സജീവമാണ്. വരും തലമുറയെയും കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഈ അധ്യാപക കർഷകൻ പറയുന്നത്. എൻ്റെ PhD എന്ന് പറയുന്നത് ജാതിക്ക, വിവിധ തരം കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ തരം ജാതിക്ക ചെടികളിലെ വിത്തുകൾ എങ്ങനെ മുളയ്ക്കുന്നു, ആ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠന വിധേയമാക്കിയത്. അതിൽ പ്രത്യേകിച്ച് ഹോർമോൺസ്, ഫൈറ്റോ ഹോർമോൺസ് അല്ലെങ്കിൽ സസ്യ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന വിവിധ ഹോർമോണുകളുണ്ട്. ഇപ്പോൾ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന ABA, ഗിബർലിക് ആസിഡ് എന്ന് പറയുന്ന GA, സൈറ്റോകൈനിൻ, ഇങ്ങനെ വിവിധ തരം ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ ഈ ജാതിക്കയുടെ വിത്തിൻ്റെ മുളക്കലിനെ, ജെർമിനേഷനെ എങ്ങനെ സഹായിക്കുന്നു, എങ്ങനെ അതിൻ്റെ മുളക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നു എന്നാണ് പഠന വിധേയമാക്കിയത്. ഈ പഠന വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിത്തിൻ്റെ ജീവിത കാലഘട്ടം എങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും, വിത്തിൻ്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നൊക്കെ പഠന വിധേയമാക്കി. അത് വളരെ സക്സസ് ആയിരുന്നു, വളരെ വിജയകരമായിരുന്നു. കൂടാണ്ട് കൃഷിക്കാർ, നാട്ടിൻപുറത്തുള്ള കൃഷിക്കാർക്ക് കുറേ തനതായിട്ടുള്ള അറിവുകളുണ്ട്. കൃഷിക്കാരുടെ അറിവിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് കൃഷിക്കാരുടെ അറിവുകൾ അവർക്ക് ചെയ്യാനറിയാം, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നോ അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്നോ അവർക്ക് അറിയില്ല.
ഇനി ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടേതായാലും അല്ലെങ്കിൽ അധ്യാപകരുടേതായാലും ഒരു പരിമിതി എന്ന് പറയുന്നത് എന്തൊക്കെ ട്രഡീഷണൽ നോളജ് ഉണ്ട് അല്ലെങ്കിൽ പ്രാദേശിക കർഷകരുടെ അറിവുകൾ എന്തൊക്കെയാണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇതിനെ രണ്ടും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തിയത് തദ്ദേശീയരായിട്ടുള്ള കൃഷിക്കാരുടെ ഇതായിട്ട് ബന്ധപ്പെട്ട കൃഷിയായിട്ട് ബന്ധപ്പെട്ട വിത്തുകളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിനെ ശാസ്ത്രീയമായി വിശകലനത്തിന് വിധേയമാക്കുകയും അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. CCV ന്യൂസ് തിരുവല്ലാമല.